എന്തോന്നാണ് ചലഞ്ച്? അത് പിന്നെ ജയിക്കുന്ന ആള് പറഞ്ഞ അപ്പോൾ ഇതെന്തോന്നാണ് കളി? എന്തോന്നാണ് പറ. അങ്ങനെ ഷാരോൺ കൊലക്കേസ് നിർണായക ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഷാരോൺ രാജ് വധക്കേസിൽ ഗ്രീഷ്മക്ക് വധശിക്ഷ വിധിച്ചു. നെയ്യാറ്റിൻകര അഡീഷൻ സെക്ഷൻ കോടതിയാണ് വിധിയെഴുതിയത്. എല്ലാവർക്കും സന്തോഷമായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കഷായം ഗ്രീഷ്മയെ തൂക്കുകയർ കോടതി വിധിച്ചിരിക്കുന്നു. ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായിട്ട് തന്നെയാണ് കോടതി ഇതിനെ കാണുന്നത് എന്ന് ഈ തൂക്കുകയർ വിധിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. പ്രോസിക്യൂഷൻ പറഞ്ഞ പല കാര്യങ്ങളും കണക്കിലെടുത്ത് കോടതി ഗ്രീഷ്മക്ക് വധശിക്ഷ നൽകുകയായിരുന്നു. വധശിക്ഷയ്ക്ക് ഇളവ് കിട്ടാൻ വേണ്ടി പ്രതിഭാഗം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ കോടതി തള്ളി എന്നുള്ളതാണ്. അത് വൈകാരികമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രതിഭാഗം വാദിച്ചിരുന്നത്. 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരിയല്ലേ, ബിരുദാനന്ത ബിരുദക്കാരിയല്ലേ, ഇനിയും പഠിക്കേണ്ടവളല്ലേ, ജീവിതത്തിൽ ഒരുപാട് മുന്നോട്ട് പോകേണ്ടതല്ലേ, ഒരു പ്രതിയെ ഇല്ലാതാക്കുകയല്ലല്ലോ വേണ്ടത്, അവരെ നേർവഴിക്ക് നടത്തേണ്ടതല്ലേ തുടങ്ങിയ പല കാര്യങ്ങളും ഉന്നയിക്കപ്പെട്ടിട്ടും കോടതി അതൊന്നും അംഗീകരിച്ചില്ല എന്നതാണ്. ഈ പ്രതി ജീവിച്ചിരുന്നാൽ ഇനിയും ആളുകൾക്ക് ആപത്താണ് എന്ന് ഒരു പക്ഷേ കോടതി മനസ്സിലാക്കി കാണും. ഇനിയും ഒരുപാട് കാലം ജീവിക്കേണ്ടതും ഒരുപാട് ഭാവിയുള്ളതുമായ ഒരു ചെറുപ്പക്കാരനെയല്ലേ അവൾ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കിയത്. എന്നിട്ട് അവൾക്ക് ഈ ഭൂമിയിൽ നിന്നും എന്ത് ഭാവി നേടാനാണ്? ആ കൊടും പാപത്തിന് മരണം തന്നെയാണ് ഗ്രീഷ്മയെ കാത്തിരിക്കുന്നത്. അതിനപ്പുറം ഇനി ഒന്നും അവൾക്ക് നൽകാനില്ല. പ്രണയം നടിച്ച് പ്രണയത്തിൽ കീടനാശിനി കലർത്തി മരണത്തെ വിളിച്ചു വരുത്തിയ ഗ്രീഷ്മ, ഷാരോൺ രാജിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ, ആന്തരാവയവങ്ങളടക്കം ജീർണിച്ചു പോകുന്ന അവസ്ഥയിലാക്കി, വേദന കടിച്ചമർത്തി മരണത്തിന് വിട്ടുകൊടുത്ത ഗ്രീഷ്മക്ക് എന്ത് ശിക്ഷ കൊടുക്കും എന്നായിരുന്നു മലയാളികൾ ഉറ്റുനോക്കിയിരുന്നത്. മരണം അല്ലാതെ ഒന്നും അവൾക്ക് അർഹിക്കുന്നില്ല എന്നായിരുന്നു ഒരു കൂട്ടം ആളുകൾ പരാമർശിച്ചത്. എന്നാൽ അവൾക്ക് കിട്ടേണ്ടതിൽ ഏറ്റവും ഉചിതമായ ശിക്ഷ തന്നെ ഗ്രീഷ്മക്ക് കിട്ടി എന്നുള്ളതാണ്. വിധി കേട്ട ഷാരോണിന്റെ മാതാപിതാക്കൾ കോടതിയിൽ പൊട്ടിക്കരയുകയായിരുന്നു. വളരെ തൃപ്തികരമാണ്. നീതിമാനായ ജഡ്ജിക്ക് 1000 നന്ദി. ഗ്രീഷ്മയുടെയും ഷാരോണിൻ്റെയും സൗഹൃദം പ്രണയത്തിലേക്ക് വളർന്നു. അങ്ങനെ അത് വിവാഹത്തിലെത്തി. ഷാരോണിൻ്റെ വീട്ടിൽ വെച്ചും വെട്ടുകാട് പള്ളിയിൽ വെച്ചും ഷാരോൺ ഗ്രീഷ്മക്ക് താലി ചാർത്തുകയായിരുന്നു. ഷാരോൺ ഒരുമിച്ചുള്ള നിമിഷങ്ങൾ സ്വന്തം മൊബൈലിൽ ഷാരോൺ പകർത്തിവെച്ചു. ഗ്രീഷ്മക്ക് മാർക്ക് കുറഞ്ഞതോടെയാണ് പ്രണയം വീട്ടുകാർ അറിയുന്നത്. വീട്ടുകാർക്ക് മതം, ജാതി, സാമ്പത്തികം എല്ലാം ഒരുപോലെ എതിർപ്പായിരുന്നു. ഗ്രീഷ്മ പിരിയുന്നതിനെപ്പറ്റി ഷാരോണിനോട് സംസാരിച്ചു. പലതവണ ഗ്രീഷ്മ ആവശ്യപ്പെട്ടതായിരുന്നു കയ്യിലുള്ള വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്ന്. എന്നാൽ പ്രണയത്തിൽ നിന്നും പിന്മാറില്ല എന്ന ഷാരോണിൻ്റെ ഉറച്ച നിലപാടും. അതിൽ ഗ്രീഷ്മ വിഷയം മാറ്റി. വയറുവേദനയ്ക്ക് കഴിക്കുന്ന കയ്പുള്ള ഒരു കഷായത്തെക്കുറിച്ച് ഷാരോണിനോട് പറഞ്ഞിരുന്നു. അതേക്കുറിച്ചായി പിന്നീടുള്ള ചർച്ച. ഷാരോൺ കുടിച്ചു നോക്കണമെന്ന് ഗ്രീഷ്മ വാശി പിടിക്കുകയായിരുന്നു. അതോടെ ഷാരോൺ ആ കഷായം വാങ്ങി കുടിച്ചു. കുടിച്ചപ്പോൾ തന്നെ ഷാരോൺ ഛർദ്ദിക്കുകയും ചെയ്തു. അങ്ങനെ അവശനായ ഷാരോണിനെ ബൈക്കിൽ കയറ്റി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു.